എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു പുതിയ വിശേഷവും മനോഹരമായ ചില നിമിഷങ്ങളും പങ്കുവയ്ക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുതേ. നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നിൻ്റെ പിന്നാലെയായിരുന്നു. കേൾക്കുമ്പോൾ അത് വളരെ നിസ്സാരമായ ഒരു സ്വപ്നമായി തോന്നിയേക്കാം. പക്ഷെ ആ സ്വപ്നം സ്വന്തമാക്കാൻ എന്നെ ആത്മാർത്ഥമായി പിന്തുണച്ച 2 പേരുണ്ട്, എൻ്റെ കുട്ടേട്ടനും എൻ്റെ അമ്മയും. രാവിലെ ഒരു മടിയോ പരാതിയോ കൂടാതെ എന്നെ എല്ലാ ദിവസവും ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത് കുട്ടേട്ടനാണ്. ക്ലാസ്സിന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ആ സമയത്തേക്കുള്ള ഭക്ഷണവും മറ്റെല്ലാ കാര്യങ്ങളും ഒരുക്കി എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വരാതിരിക്കാൻ ശ്രദ്ധിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെൻ്റെ സ്വപ്നം മാത്രമായിരുന്നില്ല, എൻ്റെ സന്തോഷം സ്വന്തം സന്തോഷമായി കണ്ട അവരുടെ സ്വപ്നം കൂടിയായിരുന്നു അത്. ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് അവരുടെ സ്നേഹവും ത്യാഗവുമാണ്. ഈ സന്തോഷം എത്രത്തോളം എൻ്റേതാണോ അത്രത്തോളം അവരുടേതും കൂടിയാണ്. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോടും തക്കുവിനോടും എപ്പോഴും ഒരു കാര്യം പറയുമായിരുന്നു. അമ്മ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മയെയും തക്കുവിനെയും കുട്ടേട്ടനെയും കാറിൽ കയറ്റി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഒരു യാത്ര പോകണം. ആ ഒരാഗ്രഹമായിരുന്നു എന്നെ ഓരോ ദിവസവും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോയത്. ജീവിതത്തിൽ എന്ത് നേടിയാലും അതിനെ അംഗീകരിക്കാത്തവരും വില കുറച്ച് കാണുന്നവരും എപ്പോഴും ഉണ്ടാവും. ഒരു കാലത്ത് അതൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിക്കുമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. കാരണം നമ്മളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും നമ്മൾ വീഴുമ്പോൾ കൈപിടിച്ചുയർത്തുകയും നമ്മുടെ സന്തോഷത്തിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുന്ന കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. അവരുടെ വിശ്വാസവും സ്നേഹവുമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തക്കുവും കുട്ടൻചേട്ടനും വണ്ടിയിലിരുന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കും. കാരണം ഞാൻ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നാണ് അച്ഛൻ്റെയും മോളുടെയും കണ്ടുപിടുത്തം. ചിലപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും, ചിലപ്പോൾ ചെറിയൊരു ദേഷ്യവും തോന്നും. പക്ഷെ അതിന് പിന്നിൽ മറ്റൊന്നുമല്ല, ഞാൻ പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. പുതിയ ഡ്രൈവർ ആയതുകൊണ്ടുള്ള ആ പേടി സ്വാഭാവികമാണ്. പതുക്കെ പതുക്കെ അതൊക്കെ മാറി വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഡ്രൈവിംഗ് പഠനത്തിലെ ഏറ്റവും വലിയ പ്രോത്സാഹനം ഇവരുടെ സ്നേഹവും കരുതലുമാണ് എന്നാണ്. ഒരു ലൈസൻസ് കിട്ടിയത് ഇവൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഈ ലൈസൻസിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. പലപ്പോഴും വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകി എന്നെ മുന്നോട്ട് നയിച്ചത് എൻ്റെ കുട്ടേട്ടനാണ്. എന്നിൽ വിശ്വാസം വെച്ച് നിനക്ക് കഴിയും എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ കൂടെ നിന്ന് ഒരു സ്ത്രീയുടെ ശക്തിക്ക് പിന്നിൽ ഒരു വലിയ പിന്തുണ ഉണ്ടാകുമ്പോൾ അവൾക്ക് പലതും നേടിയെടുക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട്. എൻ്റെ കാര്യത്തിൽ ആ ശക്തി എൻ്റെ കുട്ടേട്ടനാണ്. ഈ ചെറിയ നേട്ടം എനിക്കൊരു ലൈസൻസ് മാത്രമല്ല, എൻ്റെ സ്വപ്നങ്ങളെ മനസ്സിലാക്കി കൂടെ നിന്ന ഒരാളോടുള്ള നന്ദിയും സ്നേഹവും കൂടിയാണ്. അപ്പോൾ സാഹിത്യത്തിനോടൊക്കെ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയത് തക്കുവിനെ ഡാൻസ് ക്ലാസ്സിന് വിടാൻ വേണ്ടിയായിരുന്നു. കുഞ്ഞിനെ ഡാൻസ് ക്ലാസ്സിന് വിട്ടതിന് ശേഷം 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫാർമസി വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ക്ലാസ് കഴിയാനുള്ള സമയമായി. അങ്ങനെ അവളെയും ക്ലാസ്സിൽ നിന്നെടുത്തിട്ട് കുഞ്ഞിന് വെക്കേഷൻ പ്രോജക്ട്സ് ഉണ്ട്. ആ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ബുക്ക് ഷോപ്പിൽ പോയി കുറേ ഐറ്റംസൊക്കെ. അതിനുശേഷം ഞങ്ങൾ ലുലുവിലേക്കൊക്കെ പോയി നല്ല ചൂട് ചായയും ചെറിയൊരു സ്നാക്സും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ആ ദിവസത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Please like, share and subscribe. Tata, bye bye, see you. Good night.